എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ കണ്ട്. ആ ചാനലിൻ്റെ വീഡിയോസും ഒരു മാധ്യമ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ITY ന്യൂസ്, സുനിൽ മാത്യു എന്നാണ് അതിൻ്റെ ഓണറുടെ പേര്. അപ്പം പുള്ളിക്കാരൻ തന്നെയാണ് വാർത്തയൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാർത്ത കഴിഞ്ഞ ദിവസമല്ല, ഞാൻ 1.5 വർഷം 2 വർഷത്തോളം അടുത്തായി ഞാൻ ഈ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ വാർത്തകളെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കും, ചിലതൊക്കെ ചിരിക്കും. അപ്പോൾ ഇയാൾ കൗമുദിയിലോ ഏതാണ്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങണം, അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി കാണും. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ തുടങ്ങി. അപ്പം പുള്ളിയുടെ വീഡിയോയുടെ ഭയങ്കര പ്രത്യേകതയാണ്, അത് പുള്ളിക്കാരൻ ചെയ്യുന്ന വീഡിയോസ് വളരെ വ്യത്യസ്തമായ വീഡിയോസാണ്. മെയിനായിട്ട് അദ്ദേഹം ചെയ്യുന്നത് പെന്തക്കോസിലെ പാസ്റ്റർമാരുടെ വീഡിയോകളാണ്. പിന്നെ ഉള്ളത് ക്രിസ്ത്യൻ അച്ഛന്മാരുടെ, അതായത് ഓർത്തഡോക്സ്, യാക്കോബ, അങ്ങനെ കത്തോലിക്ക, അങ്ങനെ പോകുന്ന അച്ഛന്മാരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ നല്ലത് ചെയ്തെന്നല്ല, അച്ഛന്മാരെന്തെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് കോടതിയാണത്. തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് വളരെ കൃത്യമായിട്ട് അത് വീഡിയോയും ഓഡിയോയും സഹിതം നമ്മളെ അറിയിക്കും. അപ്പോൾ അങ്ങനൊരു ചാനലാണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവരെ മാത്രം നമ്മളിപ്പോൾ ഒരു സമൂഹമാകുമ്പോൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണമല്ലോ. ഇപ്പം പീഡനവും പീഡിപ്പിക്കലും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ കുറിച്ച് എന്തെല്ലാം വൃത്തികെട്ട വീഡിയോകളാണ് അയാൾ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ പുള്ളിക്കാരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കാണുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്? മറ്റ് മതങ്ങൾ മറ്റ് സമുദായം അല്ലെങ്കിൽ ഒന്നും വേണ്ട, മറ്റ് സമൂഹത്തിൽ ഒന്നും മതത്തിലില്ലാത്തവരും ഇതുപോലൊക്കെ കാര്യങ്ങൾ, അവരുടെ ഒന്നും കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവരെ അങ്ങ് വലിച്ച് കീറിയൊക്കെ, പിന്നെ ഇവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില തെറ്റുകളൊക്കെ കാണും, ചിലപ്പം തെളിവുകളൊക്കെ കാണും. അപ്പോൾ തെളിവുകൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ ഇയാൾ ഞാൻ മിക്ക വീഡിയോയും കാണും, ഇപ്പോഴും കാണും, കണ്ടിട്ട് കുറ്റം പറയുമല്ല. പക്ഷേ എനിക്കൊരു സംശയം, ഇയാൾ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. മറ്റാൾക്കാരെ കുറിച്ച് അധികം വീഡിയോസൊന്നും ചെയ്യാറില്ല, മറ്റ് മതസ്ഥരെ ഇവരെ മാത്രം ഇത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, പിന്നെ പെന്തക്കോസ് പാസ്റ്റർമാരെ, അവരുടെ രീതികളെ അങ്ങനെയൊക്കെ കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. നല്ല വീഡിയോ സൂപ്പർ വീഡിയോ ഒക്കെയാണ്. അതിൻ്റെ ന്യൂസും സൂപ്പറാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് ബിലിവേഴ്സിലെ എന്തോ കാര്യത്തെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. ബിലിവേഴ്സ് ഹോസ്പിറ്റൽ, അങ്ങനെയാണ് ബിലിവേഴ്സ് സ്കൂള്, ബിലിവേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അത് കഴിഞ്ഞ് അവർ കേസ് കൊടുത്തതുകൊണ്ട് പുള്ളി അകത്തായിരുന്നോ പുറത്തായിരുന്നോ അറിയത്തില്ല, എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം പിന്നെയും അടുത്തത് ഓരോന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണുമ്പം എനിക്ക് തോന്നിയതാണോന്ന് അറിയത്തില്ല, ഈ ഒരു കാറ്റഗറിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതോ മറ്റുള്ളവരെ പേടിയായതുകൊണ്ടാണോ, അതോ മറ്റുള്ള ആൾക്കാരൊന്നും ഇങ്ങനൊന്നും ചെയ്യത്തില്ല, എന്താണെന്നറിയത്തില്ല. വളരെ നല്ല വീഡിയോ. പുള്ളിയുടെ വീട് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് തോന്നുന്നു. എവിടെയാണേലും ഇങ്ങനെ സമൂഹത്തിന് ഇങ്ങനെയും ഉള്ള ആൾക്കാർ വേണം. കാരണം സമൂഹത്തിൽ ഇപ്പം ക്രിസ്ത്യനിലാണേലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, അവർ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ ബോധവൽക്കരിക്കാനും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ചാനൽ വേണം. എന്തായാലും നല്ലതായിപ്പോൾ ഇങ്ങനൊരു ആൾ ഈ കേരളത്തിലുണ്ടായത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് അറിയാൻ പറ്റുമല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ച് ഈ അച്ഛന്മാരുടെ ഇടയിലൊന്നും, അവരൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാർ, ഈ പാസ്റ്റർമാരാണെങ്കിലും നമ്മൾ ഭയങ്കര വിശ്വസിച്ചൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്ന് ഞാനിപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ തെളിവ് സഹിതം കണ്ടപ്പോഴാണ് പല കാര്യങ്ങളൊക്കെ മനസ്സിലായത്.